അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകം മുതൽ 50-ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. പിതൃണാം സുഭഗാ കന്യാ പീവരീ നാമ സുന്ദരീ ശുകശ്ചകാര പത്നീം താം യോഗമാർഗസ്ഥിതോപി സ തസ്യാം ജനയാമാസ പുത്രാംശ്ചതുര ഏവ ഹി കൃഷ്ണം ഗൗരപ്രഭം ചൈവ ഭൂരിം ദേവശ്രുതം തഥാ. കന്യാം കീർത്തിം സമുത്പാദ്യ വ്യാസപുത്ര പ്രതാപവാൻ ദദൗ വിഭ്രാജപുത്രായ ത്വണുഹായ മഹാത്മനെ. അണുഹസ്യ സുതശ്രീമാൻ ബ്രഹ്മദത്ത പ്രതാപവാൻ ബ്രഹ്മജ്ഞ പൃഥിവീപാല ശുകകന്യാ സമുദ്ഭവ. കാലേന കിയതാ തത്ര നാരദസ്യോപദേശത ജ്ഞാനം പരമകം പ്രാപ്യ യോഗമാർഗമനുത്തമം. പുത്രേ രാജ്യം നിധായാധ ഗതോ ബദരികാശ്രമം മായാബീജോപദേശേന തസ്യ ജ്ഞാനം നിരർഗളം. നാരദസ്യ പ്രസാദേന ജ്ഞാതം സദ്യോ വിമുക്തിദം കൈലാസശിഖരേ രമ്യേ ത്യക്ത്വാ സംഗം പിതുഃശുക. ധ്യാനമാസ്ഥായ വിപുലം
സ്ഥിത സംഗപരാങ്മുഖ ഉത്പപാത ഗിരേശൃംഗാൽ സിദ്ധിം ച പരമാം ഗത ആകാശഗോ മഹാതേജ വിരരാജ യഥാരവി ഗിരേ ശൃംഗം ദ്വിധാ ജാതം ശുകസ്യോത്പതനേ തദാ ഉത്പാത ബഹവോ ജാത ശുകശ്ചാകാശഗോ ഭവൽ അന്തരീക്ഷേ യഥാ വായു സ്തൂയമാന സുരർഷിഭി തേജസാദിവിരാജൻ വൈ ദ്വിതീയ ഇവ ഭാസ്കര വ്യാസസ്തു വിരഹാക്രാന്ത ക്രന്ദൻ പുത്രേതി ചാസകൃൽ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 40 മുതൽ 50 കൂടിയുള്ള 11 ശ്ലോകങ്ങളുടെ മലയാള പരിഭാഷ, ഇതാണ് ഭാഷാഗാനമായി പാരായണത്തിന് ശേഷം നമ്മൾ സമർപ്പിക്കുന്നത്. ഇതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള പ്രഭാഷണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പിതൃക്കൾ തൻ പുത്രിയാകും സുന്ദരിയാം പീവരിയെ യോഗിയായ ശ്രീശുകനും വേളി കഴിച്ചു. അവളിലോ കൃഷ്ണൻ ഭൂരി ഗൗരി പ്രഭൻ ദേവശ്രുതൻ, ഇത്തരത്തിൽ 4 പുത്രന്മാരുമുണ്ടായി. കീർത്തി എന്ന പുത്രിയെയും പീവരിയിൽ ജനിപ്പിച്ചു. വിഭ്രാജന്റെ പുത്രൻ അണുഹനും വേട്ടല്ലോ. അണുഹന്റെ പുത്രനല്ലോ പ്രതാപനാം ബ്രഹ്മദത്തൻ, ബ്രഹ്മജ്ഞാനിയതുപോലെ രാജാവുമത്രേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കുറെ കാലം കഴിഞ്ഞപ്പോൾ നാരദോപദേശത്താലെ യോഗമാർഗം ഹേതുവായി ജ്ഞാനവും നേടി. രാജ്യം പുത്രനായി നൽകി ബദരിയിലേക്കു പോയി. മായാബീജത്താലെ ജ്ഞാനം നിരർഗളമായി. നാരദന്റെ പ്രസാദത്താൽ ആജ്ഞാനം സദ്യോന്മുക്തിദം അറിഞ്ഞ ശുകൻ കൈലാസത്തിലേക്കു പോയി. നിസ്സംഗനായ അതിശ്രേഷ്ഠ ധ്യാനത്തിലായി മുഴുകിന സിദ്ധി നേടി. പർവ്വതത്തിൻ ശൃംഗവും താണ്ടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി,
അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആകാശത്തിൽ തേജസ്സോടെ സൂര്യനെ പോൽ തിളങ്ങിന കുതിച്ചപ്പോൾ ഗിരിശൃംഗം രണ്ടായി പിളർന്നു. ദുർനിമിത്തം പലതുണ്ടായി ആകാശത്തിൽ വായുസമം ശുകൻ ഉയർന്നല്ലോ. ദേവജനം സ്തുതിച്ചു. മറ്റൊരു സൂര്യനെന്ന പോൽ വിളങ്ങുന്ന ശ്രീശുകനെ മകനെ എന്നു വിളിച്ചു വ്യാസൻ ദുഃഖത്താ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരേണമേ ഞാൻ നിത്യവും. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ അമ്മയുടെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് ഇന്ന് 100ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 19ാമത്തെ അധ്യായത്തിൽ 40 മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ഇവിടെ ജനക മഹാരാജാവിനെ കണ്ട് മിഥിലയിൽ നിന്നും തിരിച്ച് വ്യാസാശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന ശ്രീശുക ബ്രഹ്മർഷി അവിടെ തൻ്റെ പിതാവായ വേദവ്യാസനോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി സനിർവൃതിം പരാം പ്രാപ്യ വളരെ സന്തോഷത്തോടുകൂടി സന്തുഷ്ട മനസ്സോടുകൂടി അദ്ദേഹം അച്ഛൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്നു. അതിനുശേഷം പിതൃണാം സുഭഗാ കന്യാ പീവരീ നാമസുന്ദരി ശുകശ്ചകാരപത്നീം താം യോഗമാർഗസ്ഥിതോപിഹി. യോഗമാർഗസ്ഥിതനാണ് അദ്ദേഹം. ആര്? ശ്രീശുക ബ്രഹ്മർഷി. പക്ഷെ അദ്ദേഹം പിതൃക്കളുടെ പുത്രിയായ സുന്ദരിയും സുഭഗയുമായിരിക്കുന്ന പീവരി എന്ന യുവതിയെ വിവാഹം ചെയ്തു. ശുകൻ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ഇപ്പം ശ്രീശുക ബ്രഹ്മർഷിയുടെ പത്നിയുടെ പേരാണ് പീവരി എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ആ പെൺകുട്ടിയിൽ 5 മക്കൾക്ക് ജന്മം കൊടുത്തു എന്നാണ്. 4 പുത്രന്മാരും 1 പുത്രിയും.
സ തസ്യാം ജനയാമാസ പുത്രാശ്ചത്വാര ഏവഹി. 4 പുത്രന്മാര്: കൃഷ്ണൻ, ഗൗരപ്രഭൻ, ഭൂരി, ദേവശ്രുതൻ. ഇതാണ് ഈ 4 പേരുടെ പേര്. കന്യാം കീർത്തിം സമുത്പാദ്യ. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടിയുടെ പേര് കീർത്തി എന്നാണ്. വ്യാസപുത്ര പ്രതാപവാൻ, പ്രതാപിയായ വ്യാസപുത്രൻ ആ ശ്രീശുഖബ്രഹ്മർഷി കീർത്തി എന്ന കന്യകയെയും ജനിപ്പിച്ചു. ദദൗ വിഭ്രാജപുത്രായ ത്വണുഹായ മഹാത്മനെ. അവിടെ വിഭ്രാജന്റെ പുത്രൻ, അദ്ദേഹത്തിന്റെ പേരാണ് മഹാത്മാവായിരിക്കുന്ന അണുഹൻ എന്ന്. അണുഹന് ഈ കീർത്തിയെ വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ പീവരി എന്ന ഭാര്യ, 4 ആൺകുട്ടികളെ: കൃഷ്ണൻ, ഗൗരപ്രഭൻ, ഭൂരി, ദേവശ്രുതൻ, ഒരു പെൺകുട്ടി കീർത്തി. ആ കീർത്തിയെ വിവാഹം ചെയ്ത ആളുടെ പേര് അണുഹൻ എന്ന് പറയുന്നു. അണുഹസ്യ സുതശ്രീമാൻ ബ്രഹ്മദത്ത പ്രതാപവാൻ. അണുഹന്റെ പുത്രന്റെ പേരാണ് ബ്രഹ്മദത്തൻ എന്ന്. വളരെ പ്രതാപവാനായിരിക്കുന്ന ബ്രഹ്മദത്തൻ. ബ്രഹ്മജ്ഞ പൃഥിവീപാല ശുകകന്യാ സമുദ്ഭവ. ശുകപുത്രിയിൽ ജനിച്ച അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്, രാജാവുമായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ വിദേഹനെ പോലെ, ജനകനെ പോലെ വളരെ ശ്രേഷ്ഠനായ ബ്രഹ്മജ്ഞാനിയായ രാജാവായിരുന്നു. കാലേന കിയതാ തത്ര നാരദസ്യോപദേശത. കുറെ കാലം കഴിഞ്ഞപ്പോൾ, കാലേന കിയതാ തത്ര, നാരദന്റെ ഉപദേശപ്രകാരം ജ്ഞാനം പരമകം പ്രാപ്യ യോഗമാർഗമനുത്തമം. അവിടെ ആ അത്യുത്തമമായ യോഗമാർഗത്തിലൂടെ പരമമായ ജ്ഞാനം നേടി. എന്നിട്ടോ പുത്രേ രാജ്യം നിധായാധ ഗതോ ബദരികാശ്രമം മായാബീജോപദേശേന തസ്യ ജ്ഞാനം നിരർഗളം എന്ന് പറയുന്നു. ഇപ്പം ഇവിടെ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ച് ബദരിയാശ്രമത്തിലേക്ക് പോയി. ആര്? ഈ അണുഹന്റെ പുത്രനായിരിക്കുന്ന ബ്രഹ്മദത്തൻ എന്ന ആ ശ്രേഷ്ഠനായിരിക്കുന്ന രാജാവ്. അദ്ദേഹം തൻ്റെ പുത്രന് രാജ്യഭാരം കൊടുത്തു. ബദരിയാശ്രമത്തിൽ പോയി മായാബീജോപദേശേന, മായാബീജം ഉപദേശിച്ചു കിട്ടിയത് കൊണ്ട് ജ്ഞാനം അദ്ദേഹത്തിന് നിരർഗളമായി, സദാ ജ്ഞാനനിഷ്ഠനായി, ജ്ഞാനിയായി, പരമജ്ഞാനിയായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നാരദസ്യ പ്രസാദേന, നാരദന്റെ ഉപദേശം കൊണ്ടാണ് ബ്രഹ്മദത്തന് ഈ നിലയിലെത്താൻ സാധിച്ചത്. അതേപോലെ തന്നെ ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദന്റെ ഉപദേശപ്രകാരം, നാരദന്റെ പ്രസാദം കൊണ്ട് ജ്ഞാനം സദ്യോന്മുക്തി നൽകുന്നതാണ്. ആ ജ്ഞാനം ആർക്ക്? ബ്രഹ്മദത്തിന് കിട്ടിയ ജ്ഞാനം സദ്യോന്മുക്തിക്ക് കാരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ സാക്ഷാൽ ശുകനും അച്ഛൻ്റെ സാമീപ്യം വെടിഞ്ഞ് തെക്വാ സംഘം പിതുഹു, എന്നിട്ടോ രമ്യേ കൈലാസശിഖരേ, രമ്യമായ മനോഹരമായ കൈലാസശിഖരത്തിലേക്ക് അദ്ദേഹം യാത്രയായി എന്ന് പറയുന്നു. ആര്? ശ്രീശുഖബ്രഹ്മർഷി. അവിടെ ചെന്നിട്ടോ, അവിടെ ചെന്ന് ശ്രീശുകൻ ധ്യാനമാസ്ഥായ വിപുലം സ്ഥിത സംഗപരാങ്മുഖ ഉത്പപാത ഗിരേ ശൃംഗാൽ സിദ്ധിം ച പരമാം ഗത. അവിടെ ചെന്നിട്ട് ഒന്നിനോടും ബന്ധമില്ലാതെ സംഗപരാങ്മുഖ സ്ഥിത, അതിമഹത്തായ ധ്യാനത്തിൽ മുഴുകി ഉത്കൃഷ്ടമായ സിദ്ധി നേടി പർവ്വത ശൃംഗത്തിന് മുകളിലേക്ക് അദ്ദേഹം ഉയർന്നു പൊങ്ങി തൻ്റെ യോഗ സിദ്ധികളെ കൊണ്ട്. ആര്? ശ്രീശുഖബ്രഹ്മർഷി എന്ന വ്യാസപുത്രൻ. എന്നിട്ടോ ആകാശഗോ മഹാതേജ വിരരാജയധാരവി ഗിരേ ശൃംഗം ദ്വിധാജാതം ശുകസ്യോത്പതനേ തദാ. മഹാതേജസ്വിയായിരിക്കുന്ന അദ്ദേഹം ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർന്ന് പൊങ്ങി. സൂര്യനെ പോലെ, യഥാ രവി വിരരാജ, രവി എന്നതുപോലെ, സൂര്യൻ എന്നതുപോലെ അദ്ദേഹം തിളങ്ങി. ആ ഗിരേശൃംഗം ദ്വിധാജാതം, മുകളിലേക്കുള്ള കുതിപ്പ് കൊണ്ട് ഗിരിശൃംഗം രണ്ടായി പിളർന്നു. ഗിരേശൃംഗം ദ്വിധാജാതം ശുകസ്യോത്പതനേ തദാ, അത് രണ്ടായിട്ട് പിളർന്നു.
ഈ സന്ദർഭത്തിലോ ഉൽപാത ബഹവോ ജാത ശുകശ്ചാകാശഗോ ഭവൽ അന്തരീക്ഷേ യഥാ വായു സ്തൂയമാന സുരഋഷിഭി. ദുർനിമിത്തങ്ങൾ പലതും ഉണ്ടായി. ഉൽപാദ ബഹുവോ ജാത. എപ്പോ? ശുകശ്ചാകാശഗോ ഭവൽ, ശുകൻ ആകാശത്തിലേക്ക് ഉയർന്ന സമയത്ത്. അന്തരീക്ഷേ യഥാവായു, അന്തരീക്ഷത്തിൽ വായു എങ്ങനെയാണോ അതേപോലെ ശുകൻ ആകാശത്തിലേക്ക് ഉയർന്നു. സ്തൂയമാന സുരഋഷിഭി, ദേവഋഷിമാർ അദ്ദേഹത്തെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. തേജസാതിവിരാജാൻ വൈ ദ്വിതീയ ഇവ ഭാസ്കര വ്യാസസ്തു വിരഹാക്രാന്ത ഗ്രന്ഥൻ പുത്രേതി ചാസകൃ. മറ്റൊരു സൂര്യനെ പോലെ, ദ്വിതീയ ഇവ ഭാസ്കര, രണ്ടാമതൊരു സൂര്യൻ എന്നതുപോലെ അദ്ദേഹം ആകാശത്ത് വളരെ ഭംഗിയായി മിന്നിത്തിളങ്ങി. വേദവ്യാസനോ വ്യാസസ്തു വിരഹാക്രാന്ത, വേദവ്യാസൻ തൻ്റെ മകൻ അവിടുന്ന് പോയി എന്നുള്ള ആ വിരഹ ദുഃഖം കൊണ്ട് മകനേ എന്ന് വിളിച്ച് ഉറക്കെ വീണ്ടും വീണ്ടും വിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ 51-ാമത്തെ ശ്ലോകം മുതൽ 60-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ, അതോടുകൂടി 19-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കപ്പെടും. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമ. ഓം ഹ്രീം ദും ദുർഗായൈ നമ. അമ്മേ ശരണം. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.